There is an indefinable, mysterious power that pervades everything. Knowledge equal to, according to me, creativity. ഞാൻ ഇന്നയാളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ സദാചാരമില്ല. The democracy is more natural to India. ഇന്ന് നിലവിലുള്ള ഭാഷകളെ സംബന്ധിച്ച് 7 multiplied by 7 is 49. I belong to that species of Algard Brahmin. ഒരു നല്ല വിദ്യാർത്ഥിയെ പറ്റി to become more Indian. ജീവിതം ഒരു നദി ഒഴുകുന്നത് പോലെയാണ്. ജാതിഭേദം KC ചാക്കോ, VM ഇട്ടിയറ, AM വർക്കി, CP മാത്യു എന്നീ 4 മലയാളി ചെറുപ്പക്കാർ തികച്ചും അസാധ്യമെന്ന് തോന്നാവുന്ന ഒരു സ്വപ്നം കണ്ടു. മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ പഠിക്കുകയും പിന്നീട് അവിടെ അധ്യാപകരാകുകയും ചെയ്ത വ്യത്യസ്ത ക്രൈസ്തവ സഭാ വിഭാഗത്തിൽപ്പെട്ട 4 യുവാക്കളായിരുന്നു അവർ. തങ്ങൾ പഠിച്ച കോളേജ് പോലെ നാട്ടിലും ഒരു കലാലയം വേണമെന്നതും ഉന്നത വിദ്യാഭ്യാസത്തിന് കേരളത്തിന് പുറത്തു പോകേണ്ട അവസ്ഥ മാറണമെന്നതുമായിരുന്നു ലക്ഷ്യം. വിവിധ സഭകളുടെ സഹകരണത്തോടെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമെന്ന ചിന്ത 1911 തന്നെ ഇവർ തുടങ്ങിയിരുന്നു. 1919 ആ ചിന്തകൾക്ക് വേഗം കൂടി. 1921 കേരളം തിരുവിതാംകൂറും കൊച്ചിയും മലബാറുമായിരുന്ന കാലം. സ്വാതന്ത്ര്യ സമരത്തിന്റെ അലയൊലികൾ എങ്ങും നിറഞ്ഞു നിൽക്കുന്നു. വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകതയെപ്പറ്റി ജനങ്ങൾ ബോധവാന്മാരായി തുടങ്ങി. കന്യാകുമാരി മുതൽ എറണാകുളത്തിന്റെ ഭൂരിഭാഗത്തോളം നീണ്ടുകിടന്ന തിരുവിതാംകൂറിൽ ഒരു പുതിയ കോളേജ് ആരംഭിക്കണമെന്ന് അന്നത്തെ സർക്കാരും ആഗ്രഹിച്ചു. വടക്കൻ പ്രദേശത്തായിരിക്കണമെന്നും ധാരണയുണ്ടായിരുന്നു. അതുകൊണ്ടുതന്നെ പുതിയ കോളേജിന് വേണ്ടിയുള്ള അപേക്ഷയോട് വളരെ ഉദാരമായ സമീപനമാണ് തിരുവിതാംകൂർ മഹാരാജാവായ മൂലം തിരുനാൾ രാമവർമ്മ സ്വീകരിച്ചത്. ആലുവ പുഴയോരത്ത് കുന്നിൻ മുകളിൽ പഴയ ആലങ്ങാട് കച്ചേരി മന്ദിരവും 18 ഏക്കർ ഭൂമിയും 500 കണ്ടി തേക്കിൻ തടിയും 69,148 രൂപ ഗ്രാൻഡും സർക്കാർ അനുവദിച്ചു. പിന്നീടുള്ളതെല്ലാം സുമനസുകളുടെ സംഭാവനയായിരുന്നു. 1921 ജൂൺ 8 64 കുട്ടികളും സ്ഥാപക പിതാക്കന്മാരായ 4 അധ്യാപകരുമായി ആദ്യ ബാച്ച് ക്ലാസ് തുടങ്ങുന്നത്. ജൂനിയർ ഇന്റർമീഡിയറ്റ് 3rd ഗ്രൂപ്പായിരുന്നു ആദ്യ കോഴ്സ്. ആ വർഷം തന്നെ PG എബ്രഹാം, DP ഉണ്ണി എന്നിവർ കൂടി അധ്യാപകരായി ചേർന്നു. DP ഉണ്ണിയായിരുന്നു ആദ്യത്തെ ക്രൈസ്തവേതര അധ്യാപകൻ. ആദ്യം നിശ്ചയിച്ച സ്ഥലത്ത് തുടക്കം കുറിക്കാൻ ചില സാങ്കേതിക പ്രശ്നങ്ങൾ വന്നു. അതോടെ ഇപ്പോഴത്തെ മംഗലപ്പുഴ സെമിനാരി നിൽക്കുന്ന സ്ഥലത്തുണ്ടായിരുന്ന 3 നില കെട്ടിടത്തിൽ താൽക്കാലികമായി ആദ്യ ക്ലാസുകൾ തുടങ്ങി. 1921 ഒക്ടോബറിൽ കച്ചേരി മാളികയിലേക്ക് മാറിയെങ്കിലും ഔദ്യോഗിക ഉദ്ഘാടനം 1921 നവംബറിൽ ദിവാൻ ബഹാദൂർ T രാഘവയ്യ ആണ് നിർവഹിച്ചത്. കത്തോലിക്ക സഭയുടേതല്ലാതെ ഇന്ത്യൻ ക്രൈസ്തവ സമൂഹം മുൻകൈയെടുത്തുണ്ടാക്കിയ ആദ്യത്തെ കലാലയം UC കോളേജാണ്. പെൺകുട്ടികളുടെ ആദ്യ ബാച്ച് 1939 ആരംഭിച്ചു. മിസ് റബേക്ക ഗ്രേസ് തോമസ് ആയിരുന്നു ആദ്യത്തെ വനിതാ ട്യൂട്ടർ. അവർ തന്നെ പെൺകുട്ടികളുടെ ആദ്യ ഹോസ്റ്റൽ വാർഡനുമായി. അങ്ങനെ 4 ചെറുപ്പക്കാരുടെ ഒരു സ്വപ്നം അനേകം ചെറുപ്പക്കാരുടെ ജീവിതപാതയായി. ആലുവ കുന്നിൻമുകളിൽ സ്ഥിതി ചെയ്യുന്ന കച്ചേരി മാളിക പണ്ട്, വളരെ പണ്ട് എന്ന് വച്ചാൽ AD 1811 തിരുവിതാംകൂർ റാണി ഗൗരി ലക്ഷ്മിബായിയുടെ കാലത്ത് ജില്ലാ കോടതി ആയിരുന്നു അത്രേ. ഈ വഴിക്കു പോകാൻ കടത്തല്ലാതെ വേറൊരു മാർഗവുമില്ലായിരുന്നു.
അങ്ങനെയാണ് ഈ കടവിന് കച്ചേരിക്കടവ് എന്ന് പേര് വന്നത്. ഞാൻ 86 വർഷം മുമ്പാണ് അവിടെ പഠിക്കാൻ പോയത്. ആലുവ UC കോളേജ് സ്റ്റാർട്ട് ചെയ്ത് 1923 മറ്റോ ആണെങ്കിലും BA തുടങ്ങിയത് 1933 മറ്റോ. അപ്പം ഞാൻ ആദ്യകാല കോളേജിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണെന്ന് ഏതാണ്ട് പറയാം എനിക്ക് തന്നെ. അതിൽ ആദ്യത്തേതുള്ള AM വർക്കി സാറ്, അദ്ദേഹം വിശ്വമഹാകവിയായിരുന്നു. പിന്നെ ഷേക്സ്പിയറിലെ ഹാംലെറ്റ്, മാക്ബത്ത് ഇത് ആണ് BAക്ക് പഠിപ്പിക്കുന്നത്. അത് വർക്കി സാറ് ഇന്ത്യയിൽ തന്നെ പ്രാധാന്യം കേട്ടിട്ടുള്ള അദ്ദേഹമായിരുന്നു. അദ്ദേഹം അത് വായിക്കുന്നത് കേട്ടാൽ നമുക്ക് മനസ്സിലാകും. അത്ര സുന്ദരമായ ഇതാണ്, ആക്ട് ചെയ്ത് പഠിപ്പിക്കുന്നത് പോലെ തോന്നും. അത്ര പേര് കേട്ട അദ്ദേഹമായിരുന്നു പ്രിൻസിപ്പൽ. രണ്ടാമതുണ്ടായിരുന്ന ആൾ CP മാത്യു സാറ്, പിന്നെ KC ചാക്കോ സാറ്. CP മാത്യു സാറ് സ്കിന്നർ ഹോസ്റ്റലിൻ്റെ വാർഡൻ, KC ചാക്കോ സാറ് ഹോളണ്ട് ഹോസ്റ്റലിൻ്റെ വാർഡൻ. അത് മോറൽ സയൻസ് ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന ഇട്ടിയര സാറാണ്. അന്ന് കോളേജിൽ പിന്നെ ബൈബിൾ ക്ലാസ് കമ്പൽസറി ആയിട്ട് ക്രിസ്ത്യൻസ് പഠിക്കണമെന്നുണ്ട്. മറ്റു ജാതിക്കാർക്കുള്ളതാണ് മോറൽ സയൻസ്. ഞാൻ ഈ ഒരു ക്രിസ്ത്യൻ സ്കൂൾ തിരുവല്ലയിൽ പഠിച്ചിട്ടാണ് വന്നത്. അപ്പം ഞാൻ പലപ്പോഴും ബൈബിൾ ക്ലാസ്സിൽ പോകുമായിരുന്നു. അപ്പോൾ വഞ്ചിപ്പാട്ടിൻ്റെ വൃത്തത്തെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? നദോന്നത എന്ന വൃത്തത്തിലാണ് വഞ്ചിപ്പാട്ട് എഴുതിയിട്ടുള്ളത്, ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആ താളം എന്ന് പറയുന്നത് ഉത്സാഹത്തിൻ്റെ താളമാണ്. ഇതിനൊരു വായ്ത്താരിയുണ്ട്. യൂണിയൻ ക്രിസ്ത്യൻ കോളേജ് അന്ന് പ്രധാനമായും റെസിഡൻഷ്യൽ കോളേജാണ്. ഏകദേശം 95% കുട്ടികളും വിദ്യാർത്ഥികളും അവിടെ തന്നെ താമസിക്കുന്നതാണ്. അന്ന് പെൺകുട്ടികളില്ലാത്തത് കൊണ്ട് ആണുങ്ങൾക്ക് മാത്രമുള്ള കോളേജാണ്. ഇന്നത്തെ പോലെ ബസ് സർവീസുകളൊന്നുമില്ല. അപ്പം ആലുവയിൽ നിന്ന് ഏതാനും കുറേ വിദ്യാർത്ഥികൾ ഡേ സ്കോളേഴ്സായിട്ട് വരുന്നു. അപൂർവം കുറച്ച് ആളുകൾ 2 ബസ്സിൽ വരുന്നവർ പറവൂർന്നും ഉണ്ടായിരുന്നു. ഇൻ്റർമീഡിയറ്റിന് 3 ഗ്രൂപ്പാണുള്ളത്. ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ്, കെമിസ്ട്രി, ഫിസിക്സ്. സെക്കൻഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് സുവോളജി, ബോട്ടണി, കെമിസ്ട്രി. തേർഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, റോമൻ ഹിസ്റ്ററി. KC ജോസഫ് സാറാണ് സുവോളജി ആൻഡ് ബോട്ടണി പ്രസിഡൻറ്റ്. കെമിസ്ട്രിക്ക് അനന്തരാമൻ, ഫിസിക്സിന് TB നാരായണൻ സാറ്. ഇവരെയൊക്കെ മഹാരാജ, അവരുടെ ആകൃതി കണ്ടാൽ തന്നെ നമ്മൾ ബഹുമാനിച്ചു പോകും. ആ ഗാംഭീര്യവും അതേ സമയം തന്നെ ശിഷ്യന്മാരോടുള്ള വാത്സല്യം പ്രത്യവും എടുത്തു കാണിക്കുന്ന ടൈപ്പ് ഓഫ് പ്രൊഫസേഴ്സായിരുന്നു അവർ. പിന്നെ മലയാളം പഠിപ്പിക്കാൻ മലയാളം ഡിപ്പാർട്ട്മെൻറ്റുണ്ട്. വിശ്വവിഖ്യാതനായ ഉള്ളൂരിനെ പോലെയും വെള്ളത്തോളിനെ പോലും ഒക്കെയുള്ള പണ്ഡിതനായ DP ഉണ്ണി സാറായിരുന്നു മലയാളത്തിൻ്റെ മേലധികാരി. പിന്നീട് പിൽക്കാലത്തെ വലിയ യുക്തിവാദിയും അതിൻ്റെ കേരളത്തിലെ ഇതിനുമായിരുന്ന കുറ്റിപ്പുഴ കൃഷ്ണപിള്ള സാറ്,
മലയാളം ഡിപ്പാർട്ട്മെൻറ്റിൽ അസിസ്റ്റൻ്റായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. മാധവിക്കുട്ടിയുടെ അമ്മ എന്ന കഥയിലേക്ക് കടക്കുമ്പോൾ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും, അമ്മയായി ഭാര്യയായി ഒക്കെ തന്നെ പകർനാട്ടം നടത്തുന്ന സ്ത്രീയുടെ വ്യത്യസ്തമായിട്ടുള്ള Every war has happened because the people who were supposed to create inflationary pressure in the economy. So this particular relationship is of great importance as far as an economics is concerned. നമ്മൾ പ്രൂവ് ചെയ്യുന്നു. ഇപ്പോൾ മാത്തമാറ്റിക്സിലൊക്കെ നിങ്ങൾ പഠിച്ചാണ് പ്രൂഫ് അല്ലേ, ഒരു സാധനം ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ്. അതായത് you have to find the organization where you're working for the project, then synopsis prepare ചെയ്യുക. Next is regarding the vascular. You see the vascular bundles. The vascular bundles are scattered here. So this species is capable of speech. സ്ഥാപക പിതാക്കൾ അവർ ആഗ്രഹിച്ചത് നടത്തിപ്പിലും സാംസ്കാരിക അന്തരീക്ഷത്തിലും ഈ കോളേജ് തികച്ചും ഭാരതീയമായിരിക്കണം എന്നവർക്ക് നിഷ്കർഷ ഉണ്ടായിരുന്നു. ആശ്രമതുല്യമായ ലാളിത്യവും മിതത്വവും ജീവിതത്തിൽ അതിൻ്റെ ഘടനകളിലും പ്രയോഗക്ഷമമായിരിക്കണമെന്ന് അവർ നിശ്ചയിച്ചിരുന്നു. നമ്മുടെ സ്ഥാപക പിതാക്കൾ ആഗ്രഹിച്ചത്, അവർ സൃഷ്ടിക്കാൻ ശ്രമിച്ചത് ഒരു സവിശേഷമായ എക്യൂമെനിക്കൽ ദർശനമാണ്. ആ ദർശനമെന്ന് പറയുന്നത് വ്യത്യസ്ത സഭകൾക്ക് അവരുടേതായ ആരാധനാ രീതികളുണ്ട്, പാരമ്പര്യമുണ്ട്, ചരിത്രപരമായ ഒരു വസ്തുതകളുണ്ട്. അതൊക്കെ നിൽക്കെ തന്നെ ഈ എക്യൂമിനിസം, അവർ കണ്ടത് എക്യൂമിനിസം വലിയ സ്നേഹത്തിൻ്റെ ഒരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മ വിശാലമാക്കുക എന്നുള്ളതാണ് നമ്മുടെ തുടർന്നുള്ള നിലനിൽപ്പിലും ആവശ്യമായിട്ടുള്ളത്.